CPM വിട്ട് പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിച്ച വി കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം പാർട്ടിയിലെ ആഭ്യന്തര പ്രതിസന്ധികളെയും അപാചയങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. പാർട്ടിക്കുള്ളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തന്നെ ക്രൂശിക്കുകയും തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് ഞാൻ മത്സരിച്ചത് എന്നതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ജില്ലാ കേന്ദ്രവുമായി ബന്ധപ്പെടുക എന്നത് അവരുടെ ആഗ്രഹമാണ്, എൻ്റെ ഒരു ചുമതല കൂടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഓഫീസിൽ വരാനും കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി സംസാരിക്കാനും സന്നദ്ധമായിട്ടുള്ളത്. എനിക്കെതിരെ CPM കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷേപമുണ്ട്. ഞാൻ കോൺഗ്രസ്സായി എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ സ്വതന്ത്രമായ നിലപാട് അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു രീതിയിൽ എന്ത് പ്രചരണം നടത്തിയാലും അത് എന്നെ അറിയുന്ന ജനങ്ങൾക്ക് മുമ്പിൽ അത് ഏശില്ല എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. ആ ബോധ്യം ശരിയാണ് എന്ന് കൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം അങ്ങനെ അവർക്ക് ബോധ്യമില്ലെങ്കിൽ അവരെനിക്ക് വോട്ട് ചെയ്യുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കും ആ കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഒരു സ്വതന്ത്രർ എന്ന രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ UDFന്റെ പിന്തുണ കൂടി ലഭിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ വിജയമുണ്ടായത് എന്നതുകൊണ്ട് UDFന്റെ നിലപാടിനനുസരിച്ചുള്ള ഒരു സമീപനവും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഇതിന്റെ ഭാഗമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു, തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും, എല്ലാ കമ്മിറ്റികളും ഉടൻ വിളിച്ചു ചേർക്കും എന്നൊക്കെയാണ് പറയുന്നത്. വിശ്വാസമുണ്ടോ അതിൽ? എത്രത്തോളം തിരുത്തും എന്നൊക്കെ ഇപ്പൊ പറയാൻ സാധിക്കില്ല. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. 3 തവണ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ച് താഴെ തലം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രേഖയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കടലാസിൽ കിടക്കുകയാണ് അതെല്ലാം. അത് പ്രാവർത്തികമാക്കാൻ ഇന്ന് വരെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് തെറ്റ് തിരുത്താനുള്ള വിശദീകരണം താഴെ കമ്മിറ്റികളിൽ പോയി നൽകുന്നത്. എത്രത്തോളം തെറ്റ് തിരുത്തപ്പെടും എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ആ നിലയിലാണ് ആത്മാർത്ഥമായി തെറ്റ് തിരുത്താൻ കേരളത്തിലെ CPM നേതൃത്വം സന്നദ്ധമായാൽ അതവർക്കും കേരളത്തിനും ഗുണകരം എന്നതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അത് തിരുത്തുന്നില്ലെങ്കിൽ ബംഗാള് ആവർത്തിക്കും കേരളത്തിലും. കേരളത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകൾ പോലും CPM കേരളത്തിൽ തകരണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. കാരണം ഇടതുപക്ഷം തകർന്നാൽ ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് തീവ്ര വലതുപക്ഷമാണ്. തീവ്ര വലതുപക്ഷം നാടിനാപത്താണ്. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷം തകരാൻ പാടില്ല എന്ന് ഇടതുപക്ഷ വിരോധികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് CPMനെ നിലനിർത്താൻ CPM നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ. അവർ തെറ്റ് തിരുത്തിയാൽ അത് അവർക്കും കേരളത്തിനും ഗുണകരമാകും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്റെ പുസ്തകത്തിലെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വിശദമായി ഞാൻ പ്രതിപാദിക്കാൻ തയ്യാറായിട്ടില്ല. അതിന്റെ എല്ലാം സൂചനകൾ എന്റെ പുസ്തകത്തിലുണ്ട്. ഈ സംസ്ഥാന സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് മാറിയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? MV ഗോവിന്ദൻ മാറണമെന്നുള്ള മുറവിളിയാണ് ഇപ്പോൾ ഉയരുന്നത്. അത് മാറിയാൽ എന്തെങ്കിലും മാറ്റം സാധ്യതയുണ്ടോ? ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം പഴയ പാർട്ടിയല്ല ഇന്നത്തെ പാർട്ടി. പഴയ പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യത്തിനും ജനാധിപത്യ കേന്ദ്രീകരണത്തിനും രണ്ടിനും പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായ നേതൃത്വമാണ്, കലക്റ്റീവ് ലീഡർഷിപ്പാണ്. ഇന്ന് ഒരാൾ പറയുകയും അത് മറ്റുള്ളവർ റാൻ മൂളി അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരടിമ സ്വഭാവത്തിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള
ഒരവസ്ഥ. അതുകൊണ്ട് സെക്രട്ടറി മാറിയതുകൊണ്ട് മാത്രം കേരളത്തിലെ CPM രക്ഷപ്പെടാൻ പോകുന്നില്ല. സെക്രട്ടറി അല്ല അപകടം. ഇന്ന് കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആര്? ഈ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് മറ്റുള്ളവർ സന്നദ്ധമാകുന്നില്ല എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു സെക്രട്ടറിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അല്ല ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് സെക്രട്ടറി മാറിയത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. പാർട്ടിക്കകത്ത് ശരിയായ നിലയിൽ തുറന്നു പറച്ചിലും ചർച്ചയും ആവശ്യമാണ്. ആ ചർച്ചയിൽ ഉയർന്നു വരുന്ന ശരിയായ അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം ആണ് ഉണ്ടാകേണ്ടത്. ഇതൊരാൾ പ്രഖ്യാപിക്കുകയും അത് തീരുമാനമായി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയിരിക്കുന്നു എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദമാണല്ലോ വലിയ ചർച്ചയിലേക്ക് വന്നത്. ഇനിയിപ്പോൾ തെറ്റുതിരുത്തലൊക്കെ വരുമ്പോൾ വീണ്ടും ആ ഫണ്ട് വിവാദം അത് ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് നിങ്ങൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരി എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞല്ലോ. ഇതിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക എന്നത് ഒരു സാമാന്യ നീതിയാണ്. അപ്പൊ അത് അവരെ ശിക്ഷിക്കപ്പെടാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ എന്ത് തെറ്റ് തിരുത്താനാണ്? അപ്പൊ ആ നിലയിലുള്ള സമീപനം CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന് തിരിച്ചടിയിൽ നിന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ തയ്യാറാകുന്ന പാർട്ടി ആയിരുന്നു. അങ്ങനെ തയ്യാറാകേണ്ടുന്ന പാർട്ടിയാണ്. പക്ഷേ കുറച്ചു കാലമായി അത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. കാരണം ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കാണാൻ സാധിക്കാത്ത പ്രവണതകളല്ല ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതിനു മുമ്പ് ഇങ്ങനെ കൂട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ പാർട്ടിക്കെതിരെ മത്സരരംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ ജി സുധാകരൻ, അതുപോലെ തന്നെ ടി കെ ഗോവിന്ദൻ മാഷ്, അതുപോലുള്ള നിരവധി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനത്തിനെതിരായി പരസ്യമായി രംഗത്ത് വന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് കൂടാനാണ് പോകുന്നത്. ഇത് കൂടിക്കൂടി വരുമ്പോ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി എത്തിച്ചേരും. അത് ബംഗാളിന്റെ അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിക്കാൻ ഇടയാക്കും എന്ന് ഞാൻ എന്റെ പുസ്തകത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തിരുത്താൻ CPM തയ്യാറായാൽ അത്രത്തോളം നല്ലത്. പയ്യന്നൂരിലെ CPM നേതാക്കളുടെ കുറെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. സൈബർ പ്രചരണം നടക്കും. ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഒറ്റുകാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി കുഞ്ഞികൃഷ്ണനെ സഹായിച്ച ഒറ്റുകാർ ഇവരാണ്, ഇവരെ തിരിച്ചറിയവർക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് കേട്ടിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇവരെന്നെ സഹായിച്ചതിന് ഒരു തെളിവും അവർക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്നെ സഹായിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റർ അവരിറക്കാൻ കാരണമായി ഞാൻ കാണുന്നത് ഈ ഫണ്ട് വിവാദം നടന്നപ്പോ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് അനുകൂലമായിരുന്നു ഇവരെല്ലാവരും. ഞാൻ ഈ ഫണ്ട് വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ഘട്ടത്തിൽ ഞാൻ ഉന്നയിച്ച വിഷയത്തോടൊപ്പമായിരുന്നു ഈ പറയുന്ന നേതാക്കൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ. ഇവര് മാത്രമൊന്നുമല്ല. അവർക്കിപ്പോ വിരോധം തോന്നുന്ന കുറെ ആളുകളുടെ ചിത്രം കൊടുത്ത് അവരെ ജനങ്ങൾക്കിടയിൽ ഒറ്റുകാരായി ചിത്രീകരിക്കാൻ വളരെ ബോധപൂർവമായ ശ്രമമാണ്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. അത് പയ്യന്നൂർ ഡയറി എന്ന് പറയുന്ന ഒരു പേജിൽ വന്നതായിട്ടാണ് ഇപ്പൊ നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. പയ്യന്നൂർ ഡയറി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ ഉള്ളതാണ്. അതൊരു ഫേക്ക് ഐഡിയ. ആരാണ് അതിന്റെ പിന്നിലെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു ഐഡിയ ആണ് ഈ പയ്യന്നൂർ ഡയറി എന്ന് പറയുന്നത്. ഞങ്ങളിത് എങ്ങനെ വന്നു എന്ന് പരിശോധിച്ചു. യഥാർത്ഥത്തിൽ ഈ പോസ്റ്റർ പ്രചരിച്ചത് പയ്യന്നൂർ ഡയറിയിലല്ല. ജോൺസൺ നിക്കോൾസൺ എന്ന പേരിലുള്ള മറ്റൊരു ഫേക്ക് ഐ ഡി, ജോൺസൺ ആൻഡ് നിക്കോൾസൺ എന്ന് പറയുന്ന മറ്റൊരു ഫേക്ക് ഐ ഡി, ആ ഫേക്ക് ഐ ഡി ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രവർത്തിച്ച ഒരു ഐഡിയാണ്. ആ ഐഡിയിൽ നിന്നാണ്
ഈ പോസ്റ്റർ രൂപപ്പെട്ടു വന്നത് എന്ന് ഇതിനകം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അത് അങ്ങനെ ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് അവര് തന്നെ ഇതുണ്ടാക്കി പ്രചരിപ്പിച്ച് ഇത് ഞങ്ങളാണ് അല്ലെങ്കിൽ എന്നെ പിന്തുണക്കുന്നവരാണ് പ്രചരിപ്പിച്ചത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. ഇതിന്റെ കൃത്യമായ പരിശോധനയും കണ്ടെത്തലും ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഫേക്ക് ഐഡി ആരുടേതാണ് എന്താണ് എന്ന് ഇതുവരെ അത് ഇതിന്റെ സൈബർ വിഭാഗത്തിന് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ. അതാണ് അവസ്ഥ. ഇന്ന് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു ദുരവസ്ഥ ഈ പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. അങ്ങനെ കരുതുന്നുണ്ടോ? കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ? അത് ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായം, അതിനെ ഞാൻ തള്ളുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിയിൽ ഒതുങ്ങി മുന്നോട്ട് പോകുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഒരു വ്യക്തിയുടെ നിലപാടിനനുസരിച്ച് പോകേണ്ടതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിന്റെ കമ്മിറ്റികൾ കൂട്ടായി ചർച്ച ചെയ്ത് അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ശരിയായ നിലപാടുകൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതല. ആ നിലയിൽ ഇന്ന് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു നേതാവിന്റെ പ്രഭാവ വലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പിണറായി വിജയൻ പിന്നിലായപ്പോൾ, വോട്ടെണ്ണപ്പോൾ പിന്നിലായപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു? ഞാൻ ഈ കൗണ്ടിംഗ് സ്റ്റേഷനകത്തായതുകൊണ്ട് ഈ വിവരങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പുറത്തു വന്നപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോ അന്നേരം സങ്കടം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇല്ല, അറിഞ്ഞിരുന്നു. അത് സാങ്കല്പികമായ ചോദ്യം. സാങ്കല്പികമായ ചോദ്യത്തിന് സാധാരണഗതിയിൽ മറുപടി പറയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ആരാണെന്നാണ് ആഗ്രഹം? മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ്. UDF ആണ്. UDFന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് മുഖ്യമന്ത്രി ആരാകണം എന്നത്. ആ പാർട്ടി ആ കാര്യം ശരിയായ നിലയിൽ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയെ യഥാസമയം തീരുമാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പ് പല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തെല്ലാം തർക്കങ്ങൾ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങൾ കോൺഗ്രസിനകത്ത് ഉയർന്നു വരാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങളൊന്നും കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിരുന്നില്ല എന്നതുകൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാകണം എന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അവര് യഥാസമയം ആ കാര്യം സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്. പയ്യന്നൂരിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായാൽ സന്തോഷമുണ്ടോ? അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല. ഇനി സാധ്യതയില്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് സാധ്യതയില്ല എന്നാണോ? എന്നൊന്നല്ല, KC വേണുഗോപാലൻ പയ്യന്നൂർ മണ്ഡലത്തിലല്ല, കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പയ്യന്നൂർ മണ്ഡലത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. KC വേണുഗോപാലൻ കല്യാശ്ശേരി മണ്ഡലത്തിൽപ്പെട്ട ഒരാളാണ്. പയ്യന്നൂർ മണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ല KC വേണുഗോപാലൻ. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്കും നിങ്ങൾ പോകേണ്ടതില്ല. അയൽവാസിയാണല്ലോ. അയൽവാസി മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് അത് സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലെന്നേ. പിന്നെ ഞാൻ എന്തിന് അത് സംബന്ധിച്ച് പറയണം? എന്നോട് എന്തിന് അങ്ങനെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം? ഈ PV അൻവർ വന്ന് കണ്ടിരുന്നല്ലോ, അതോ ആ കാര്യങ്ങളിലേക്കോ? അദ്ദേഹത്തിന്റെ പാർട്ടി പ്രഖ്യാപനം 15-ന് നടക്കുകയാണ്. ആ പാർട്ടിയിലേക്ക് പോകുമോ? ഭാവിയെക്കുറിച്ച് ഒരു തീരുമാനവും ഇപ്പോഴും എടുത്തിട്ടില്ല. പലരും എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അൻവറും ഉണ്ട്. അൻവർ വന്ന് കണ്ടതിന് ശേഷം ഫേസ്ബുക്കിൽ ചില കമന്റുകളൊക്കെ, നവമാധ്യമങ്ങളിൽ ചില കമന്റുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരുന്നു. ആ സന്ദർശനം ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ അത് സംബന്ധിച്ച് എന്റെ നിലപാട് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വേറെ അവ്യക്തതയൊന്നും ആ കാര്യത്തിലില്ല. അൻവർ പാർട്ടി ഉണ്ടാക്കിയാൽ അൻവർ പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അൻവറിന്റെ പിന്നാലെ പോകേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങള് ഭാവി സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ട് പോകും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.
CPM നിലവിൽ ഒരു അടിമ സ്വഭാവത്തിലേക്ക് മാറിയെന്നും സംസ്ഥാന സെക്രട്ടറി മാറിയതുകൊണ്ട് മാത്രം പാർട്ടിയിൽ മാറ്റം ഉണ്ടാകില്ലെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. MV ഗോവിന്ദനെ മാറ്റാൻ ആർക്കും സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പിൽ CPM-നെതിരെ ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി കാണാൻ പാർട്ടിക്കായില്ലെങ്കിലും ഇപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. താൻ കോൺഗ്രസിൽ ചേർന്നുവെന്ന CPM പ്രചാരണം അദ്ദേഹം തള്ളി. ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകില്ലെന്നും സ്വതന്ത്രനായി തുടരുമെന്നും വ്യക്തമാക്കിയ അദ്ദേഹം എന്നാൽ UDF-ന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുമെന്നും അറിയിച്ചു. പാർട്ടി തെറ്റുകൾ തിരുത്താൻ സന്നദ്ധമായാൽ അത് അവർക്കും കേരളത്തിനും നല്ലതാണ്. പക്ഷേ എത്രത്തോളം തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി വിവാദത്തിന് പിന്നാലെ പാർട്ടിയുമായി അകന്ന കുഞ്ഞികൃഷ്ണന്റെ ഈ നിലപാടുകൾ വരും ദിവസങ്ങളിൽ CPM-ന് കണ്ണൂരിൽ വലിയ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. പയ്യന്നൂരിലെ വ്യാജ ചിത്രം ആരോപണത്തിൽ തന്നോട് അനുകൂല നിലപാടുള്ളവരെയാണ് ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി.